പരാശക്തി കണ്ടു. എബോവ് ആവറേജ് സിനിമ. ആ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല. സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു കിടിലൻ സബ്ജക്റ്റാണ് കിട്ടിയത്. വേറെ ഒന്നും കൊണ്ടല്ല, എന്തോ കാസ്റ്റിംഗ് മിസ്കാസ്റ്റിംഗ് തന്നെയാണ്. ഒരുപാട് മിസ്കാസ്റ്റിംഗ് ഉണ്ട്. സി നമുക്കങ്ങോട്ട് കാസ്റ്റിംഗ് ഒന്നും പോരാ. നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് സിനിമയുടെ തുടക്കത്തിൽ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഉള്ള നല്ല നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. ആ കാസ്റ്റിങ്ങിൽ ഈ പടം വരുമായിരുന്നെങ്കിൽ നല്ല അടിപൊളി സിനിമയാണ്. പിന്നെ അറിയാലോ, അനാവശ്യമായിട്ട് കുറേ ഡയലോഗ്സൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും കാര്യമായിട്ട് അവിടെ ആവശ്യമില്ലാതെ കുറേ മ്യൂട്ട് അവിടെ ഇവിടെ വന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് സിനിമയിലോട്ട് നമ്മൾ ഇന്നാവുമ്പോഴായിരിക്കും ആവശ്യമില്ലാതെ അവിടെ ഇവിടുത്തെ ഓരോ ഡയലോഗ്സ് മ്യൂട്ട് ചെയ്തേക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഡയലോഗ്സ് മ്യൂട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ ചുമ്മാ ആവശ്യമില്ലാത്ത സെൻസർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഡയലോഗാണ്. അത് നമുക്ക് അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണെങ്കിൽ മ്യൂട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇത് സിമ്പിൾ ഡയലോഗ്സ്. ട്രെയിലറിൽ വന്നിട്ടുള്ള പല ഡയലോഗ്സും ട്രെയിലറിൽ ഓൾറെഡി നമ്മളത് കേട്ടല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ സിനിമയിൽ അത് മ്യൂട്ട് ചെയ്ത് കളയുന്നതെന്ന് എനിക്ക് മനസ്സിലാവാതെ. പിന്നെ ഉള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ പക്ഷേ മേക്കിംഗ് വൈസ് സിനിമ ഭയങ്കര ഡൗൺ ആയിരുന്നു. കുറച്ചുകൂടെ നന്നാക്കായിരുന്നു. കാരണം എന്താണെന്നറിയത്തില്ല, നമ്മൾ ആ ഒരു സൂര്യ റിപ്പോർട്ടർ കണ്ടപ്പോൾ കിട്ടിയ ഒരു ഫീൽ അതൊന്നും ഇല്ല. പരാശക്തി കണ്ടപ്പോഴത്തേനും സിനിമ ഒരു എബോവ് ആവറേജ് സിനിമയാണ്. നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് പറയാൻ വേണ്ടി ആരും പെർഫോം ചെയ്തിട്ടില്ല. എല്ലാവരും ജസ്റ്റ് ആവറേജ് പെർഫോമിങ് മാത്രമാണ് കാഴ്ചവെച്ചത്. കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് എടുക്കായിരുന്നു സിനിമ. പടം ഭയങ്കര നമ്മൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാരണം പക്ഷേ ഭയങ്കര എബോവ് ആവറേജ് സിനിമയാണ് പരാശക്തി. പക്ഷേ ഒരു തവണ നമ്മൾ സമയം കൊടുത്തിരുന്നാൽ നമുക്ക് ഒരു തവണ കാണാൻ പറ്റുന്നൊരു സിനിമയാണ് പരാശക്തി. പക്ഷേ കുറച്ചുകൂടെയൊക്കെ നന്നാക്കാരെന്ന് തോന്നി. കുറേ ഫ്ലോസ് ഉണ്ട് സിനിമയ്ക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ കാസ്റ്റിങ്ങിൽ ഈ സിനിമയും ഈ കണ്ടൻറ്റും ആ കാസ്റ്റിങ്ങിൽ വരുമായിരുന്നെങ്കിൽ, പഴയ ആ കാസ്റ്റിങ്ങിൽ വരുമായിരുന്നെങ്കിൽ അടിപൊളി സിനിമയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ ഇനിയും കുറച്ചും കൂടെ ഐ ഡോണ്ട് നോ എന്താണ് അവരങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാണും. അതുകൊണ്ടായിരിക്കും പഴയ കാസ്റ്റിൽ സിനിമ വരാൻ പറ്റാഞ്ഞത്. അതിനെക്കുറിച്ച് എന്തോ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ കാസ്റ്റിൽ ഈ സിനിമ ഒട്ടും വർക്കായിട്ടില്ല. എനിക്ക് എബോവ് ആവറേജ് എന്നേ പറയാവുള്ളൂ. എബോവ് ആവറേജ് ആണ്. അതുകൊണ്ട് തന്നെ കാണാം. കണ്ടിരിക്കാൻ പറ്റാത്ത സംഭവം ഒന്നല്ല എടുത്തു വെച്ചിരിക്കുന്നത്. കണ്ടിരിക്കാൻ പറ്റാത്തൊരു സംഭവം ഇന്നലെ ഇറങ്ങിയായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ സോ വൺ ടൈം വാച്ചബിൾ എന്ന് പറയണമെന്ന് തോന്നുന്നില്ല. ഒരു എബോവ് ആവറേജ് സിനിമ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കാണാം, അത്രേ ഉള്ളൂ.